പിന്നീട് അവിടെ കോളേജിൽ സമരം നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസുകളിൽ നമ്മൾ നേരിട്ട് ഇടപെടുന്നു. ആ ഇഷ്യൂസുകളുടെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ഒരു രീതിയിൽ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് പുറത്താകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു സംഗതിയിൽ നിന്ന് പുറത്താകും. അപ്പോൾ ആ പുറത്താകൽ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ പുറത്താകലാണ് നമ്മളെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തു നിന്ന് പുറത്താകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരാൾക്ക് വരുന്നത് പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്താകുന്നു എന്ന് പറയുന്നത് നമുക്കൊരു എനർജിയാണ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ, ഇതിനു മുമ്പത്തെ വർക്കിലാണെങ്കിലും മനുഷ്യൻ ഒരു സബ്ജക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നു, ഒരു ഒറ്റ മനുഷ്യൻ അതിന് ചുറ്റും ഉള്ള ലോകങ്ങൾ എന്നുള്ളതായിട്ടില്ല. പുതിയതിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കേന്ദ്രമില്ല. അപ്പോൾ ആ കേന്ദ്രത്തിൽ നിന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവ് പൊസിഷനിൽ നിങ്ങളെ മാറി കുറച്ചും കൂടെ പലതരത്തിലുള്ള സ്ട്രക്ചറുകളിലേക്കും അങ്ങനെ ഈ ഫോമിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണെന്നുള്ളത് എങ്ങനെയാണ്? 30 വർഷമായിട്ട് ഷിബി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്കറിയാം പലതരത്തിലുള്ള പിന്നെ ആർട്ട് പ്രാക്ടീസിൻ്റെ പലതരത്തിലുള്ള ഫേസിലൂടെ നമ്മൾ കടന്നുപോയി. ഒരു ആർട്ട് എഡ്യൂക്കേഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ ഇരുന്ന് പഠിച്ച് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സർവൈവിങ് ഒരു സംഗതി ഇവിടെ ഉണ്ട്. അതേ സമയത്ത് ആർട്ട് പ്രാക്ടീസ് നമുക്ക് പുറത്തും ചേഞ്ച് ചെയ്ത് പലതരത്തിൽ പല മീഡിയങ്ങൾ വരുന്നു, പലതരത്തിലുള്ള എക്സ്പ്ലോറേഷൻസ് വരുന്നു, ആളുകൾ യാത്ര ചെയ്യുന്നു പല സ്ഥലങ്ങളിലേക്ക്. പക്ഷെ പാലായിൽ ഒരു സ്ഥലത്തിരുന്ന് ഷിബി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ഘട്ടങ്ങൾ അതിലൂടെ കടന്നുപോയി. ഇപ്പോൾ നമ്മൾ മേക്കിംഗ് ഫ്രം ദ റപ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സോളോ ഷോപ്പ് ചെയ്തു. അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മളെത്തി. അപ്പോൾ എങ്ങനെയാണ് അതിനകത്ത് കാണുന്നത്? അതിൻ്റെ ഒരു സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനൊരു അത് നല്ലൊരു ചോദ്യമാണ്. അത് എനിക്ക് തോന്നുന്നത് ഇത് തുടങ്ങി വെക്കുന്ന ഒരു ടൈമാണ് ഞാൻ ആലോചിക്കുന്നത്. ആ സമയത്ത് ഞാനൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തരുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായന അല്ലെങ്കിൽ ആർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നൊരു സാധനം അതിനകത്തുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു സാധനം ഈ പുറത്തൊക്കെ ഇരുന്നിട്ട് ഈ ലാൻഡ്സ്കേപ്പുകൾ ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. ലാൻഡ്സ്കേപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശം ഈ ആകാശം കാണാത്തൊരു സ്ഥലമാണ്. ആകാശങ്ങളില്ല എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആകാശം, അപ്പോൾ റബ്ബർ മരം വരച്ചിട്ടാണ് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിലോട്ട് കിടക്കുന്നത്, റബ്ബർ. അപ്പോൾ അത് ഇങ്ങനെ നിരന്തരമായിട്ട്, പ്രത്യേകിച്ച് മീനച്ചിലാർ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പം അവിടുത്തെ ആ മീനച്ചിലാറ്, അതിൻ്റെ പ്രശ്നങ്ങൾ, പന്നികൾ. അപ്പം നമ്മളിരിക്കുന്ന റബ്ബർ തോട്ടത്തിലൊക്കെ ഈ പന്നി വളർത്തൽ ഭയങ്കര ശക്തമായിരുന്നു. അപ്പം നമ്മളുടെയൊക്കെ ചിത്രങ്ങളിലൊക്കെ ഈ പന്നി അല്ലെങ്കിൽ ഒരു റബ്ബർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു തുടക്കം. പക്ഷേ അതിനകത്തെല്ലാം പ്രധാനമായിട്ട് തോന്നുന്നത് ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ആർട്ടിനെ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലായിരുന്നു. ആർട്ട് വേറെന്തോ ഒരു പ്രത്യേക ഒരു സാധനമാണെന്നുള്ളൊരു രീതിയിലാണ്. പക്ഷെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് പോകുന്നതെന്നുള്ളൊരു സംഗതി വന്നത് അവിടെ ചെന്നെത്തുമ്പോഴത്തേക്കാണ്. അത് നമ്മളപ്പോൾ ഹിസ്റ്ററിയുടെ ബുക്കുകളുണ്ട്. അപ്പോൾ ആർട്ടിൽ ഇപ്പോൾ വാൻ ഗോഗിൻ്റെയും അല്ലെങ്കിൽ ഈ ഇംപ്രഷനിസ്റ്റുകൾ, സെസാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുടെ ലാൻഡ്സ്കേപ്പുകൾ സാധനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷനിലായിരുന്നു ഒരു വലിയൊരു ഘട്ടം. ഏകദേശം 3 വർഷത്തോളം ഈ വരയുടെ ഒരു ഇതിലിങ്ങ് കടന്നത്. അപ്പം നമ്മൾ രാവിലെ വന്നിട്ട് സെസാനെയൊക്കെ മറിച്ച് നോക്കിയിട്ടൊക്കെയാണ് പുറത്തേക്ക് ഒരു ബോർഡും അതും ഇതൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ ഈ നമ്മുടെ പ്രദേശം ഈ മനോഹരമായ സ്ഥലങ്ങൾ റബ്ബറായതുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്ഥലങ്ങൾ ഒരു അടഞ്ഞ സ്ഥലമാണ്. വാഗമണ്ണ് പോലുള്ള സ്ഥലങ്ങളിലോട്ട് ബോർഡ് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്നിട്ട് ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം വരെ ഇങ്ങനെ വരച്ച് തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്ന ഒരു രീതി. ഇങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റഡിയിലാണ് ഈ തുടക്കം ഇടുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് സമയം, വർഷമല്ല ടൈം തന്നെ പറയാം, ഒരു 2-3 വർഷം ആ ഒരു തരത്തിൽ ഇങ്ങനെ പോവുകയും ഈ സ്റ്റിൽ ലൈഫുകൾ,
പോർട്രേറ്റുകൾ, ഇതിൽ നിന്നൊക്കെയാണ് ഒരാരംഭം. അതിനൊക്കെ ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ഫൈൻ ആർട്സ് കോളേജിൽ ചേരുന്നത്. ഫൈൻ ആർട്സ് കോളേജിൽ അതിന് ശേഷം ചേരുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ടാണ് ഈ 2 ഡയമെൻഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം അന്നാണ് ഫീലിംഗ്. അതിന് മുമ്പ് അതങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു. 2 ഡയമെൻഷണലായിട്ട് വരുന്ന ഒരു സംഗതിയിലോട്ട് കിടക്കുന്നു. അവിടെയും ഈ ബേസിക് ബാലപാഠങ്ങൾ യഥാർത്ഥത്തിൽ ഈ പരസ്പരം വരയ്ക്കുക, അല്ലെങ്കിൽ ലൈഫ് സ്റ്റഡി ചെയ്യുക, സ്റ്റിൽ ലൈഫ് ചെയ്യുക, 2D അങ്ങനെ വരുന്ന ഒരു സംഗതിയിലോട്ട് പോവുക, ലാൻഡ്സ്കേപ്പിലോട്ട് പോവുക. പുറത്ത് ഇപ്പോൾ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലാണ് പിന്നീട് ചേരുന്നത്. അപ്പം പൂരപ്പറമ്പ്, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് മനുഷ്യരെ തന്നെ ഇങ്ങനെ വരച്ചും അങ്ങനെ ഒരു പരിശീലനത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക പരിശീലനം കഴിഞ്ഞിട്ട് വേറൊരു പരിശീലനത്തിലോട്ട് എത്തുന്ന പോലെയായിരുന്നു പോയത്. അപ്പം അതൊരു പ്രത്യേക ഒരു രീതിയിൽ ഇങ്ങനെ തുടരുകയും, അപ്പം നമ്മളെപ്പോഴും ഈ ചെറുപ്പത്തിൽ തന്നെ വായനാശീലമൊക്കെ തുടങ്ങിയതുകൊണ്ട് എപ്പോഴും ഒരു റെബൽ ചിന്ത എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, റെബലാകുക എന്ന് പറയും വായനയിലൊക്കെ. അപ്പോൾ അവിടെ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ വായിക്കാത്ത പുസ്തകങ്ങളൊക്കെ ഞാൻ ചേർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോഴാണ് ഞാൻ OVGനെയൊക്കെ വായിച്ചത്. അതുപോലെ വരുന്ന ഒരു ആധുനിക സാഹിത്യമൊക്കെ നമ്മളിൽ വരുന്നത്. അപ്പം ചുള്ളിക്കാടിൻ്റെ കവിതകൾ, കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കവിതകൾ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു ലോകത്തോട്ട് പെട്ടെന്ന് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എനർജിയിലാണ് ഈ ഫൈൻ ആർട്സ് കോളേജിൽ ചെല്ലുന്നത്. ഫൈൻ ആർട്സ് കോളേജ് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ ഒപ്പം സഹപാഠികളായിട്ടുള്ളവരൊന്നും ആ ഒരു റേഞ്ചിലല്ല. എന്നാൽ സീനിയർ വിദ്യാർത്ഥികൾ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അവർ വായനയുടെയും മറ്റു തരത്തിലുള്ളൊരു സെലക്റ്റീവായിട്ടുള്ളൊരു ഇതിലോട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഒരുമിച്ച് നിൽക്കുക, പിന്നെ പല ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുക, ഇപ്പോൾ റാഡിക്കൽ ഗ്രൂപ്പ് അടക്കമുള്ള അതിനകത്തുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ടും അവരുടെ സമീപനങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ പങ്കാളിത്തം വഹിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൂടെ കടന്ന് അങ്ങനെയാണ് ആ വിഷയത്തിനെ കൊണ്ടുപോകുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിലത് ഈ ടോക്കുകൾ, പരസ്പരമുള്ള ടോക്കുകൾ രൂപപ്പെടുന്ന ഒരു ലോകമുണ്ട്. അപ്പോൾ ആ ലോകം ശരിക്കും ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ശരിക്കും ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ കോളേജിൽ സമരം നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസുകളിൽ നമ്മൾ നേരിട്ട് ഇടപെടുന്നു. ആ ഇഷ്യൂസുകളുടെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ഒരു രീതിയിൽ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് പുറത്താകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു സംഗതിയിൽ നിന്ന് പുറത്താകും. അപ്പോൾ ആ പുറത്താകൽ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ പുറത്താകലാണ് നമ്മളെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തു നിന്ന് പുറത്താകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരാൾക്ക് വരുന്നത് പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്താകുന്നു എന്ന് പറയുന്നത് നമുക്കൊരു എനർജിയാണ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 96-ൽ ഞങ്ങൾ എരവിമംഗലം, തൃശ്ശൂർ എരവിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, സാധാരണ നാട്ടുപുറം, അവിടെ ഒരു സ്കൂളിലൊരു പ്രദർശനം സംഘടിപ്പിക്കുകയും ഒരു 2 മാസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അപ്പോൾ അന്ന് നമ്മളുടെ കൂട്ടത്തിൽ അവിടെ താമസിച്ചിരുന്നിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള ഒരു 10-11 പേര് ഒരുമിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സ്ലൈഡ് ഷോ, ഈ ആർട്ട് ഹിസ്റ്ററി സംബന്ധിച്ചിട്ടുള്ളൊരു സ്ലൈഡ് ഷോ അടക്കം ചെയ്ത് അത് കാണാനിരിക്കുന്നത് കുട്ടികളടക്കമുള്ള ഒരു സാധാരണ മനുഷ്യരായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇവിടെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരെ കെ രഘുനാഥൻ, ശില്പി, കെ സുധീഷ്, സുല്ല ശോഭരം, ഇങ്ങനെയുള്ള ആളുകൾ പോലുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. അന്ന് 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല 90-കൾ എന്ന് പറഞ്ഞാൽ ആധുനികതയ്ക്ക് ശേഷം ഒരു പ്രത്യേക ഒരു അരക്ഷിതമായിട്ടുള്ളൊരു ടൈമാണെന്ന് തോന്നുന്നു. ഈ ടൈമിലാണ് നമ്മൾ ആർട്ട് ആരംഭിക്കുന്നത്. അങ്ങനെ തുടരുന്ന ഒരു പ്രക്രിയയായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത് പലതരത്തിൽ പിന്നെ തൊഴിൽപരമായിട്ടും അല്ലാതെയൊക്കെ പലതരം ചേഞ്ചുകൾ ആർട്ട് ഇടയ്ക്ക് നിർത്തിവെക്കുന്നു, ബോധപൂർവ്വം നിർത്തിവെക്കുന്നു, വീണ്ടും തുടരുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നൊരു സംഗതിയാണത്. ഇപ്പം എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ബോഡി ഓഫ് വർക്ക്സ് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഇപ്പോൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു റബ്ബർ മരങ്ങളെ അതിൽ നിന്ന് തുടങ്ങി ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഒരു ആർട്ട് പ്രാക്ടീസിൻ്റെ ഇത് തരുന്നത്. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഒരു വിഷ്വൽ ലാംഗ്വേജ്, ഇപ്പോൾ 2D കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 2 ഡയമെൻഷനായിരിക്കുമ്പോൾ തന്നെ ഒരു 3 ഡയമെൻഷനാലിറ്റിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, ഒരു ശില്പഭാഷ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ വിഷ്വൽ ലാംഗ്വേജിൻ്റെ
ഒരു 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 അതിനകത്തൊരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയ കോവിഡ് സമയത്ത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ പ്രത്യേകിച്ച് ഡ്രോയിങ്ങിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഒരു എന്താ പറയുന്ന ഒരു മോഡ് ഓഫ് എന്താ റെപ്രസെൻറ്റേഷൻ ഉണ്ട് അതിനകത്ത്. ഇപ്പം മനുഷ്യനെ വരയ്ക്കുകയാണെങ്കിലും പ്രകൃതി ഉള്ള അത്ര എലമെൻ്റ് ആണെങ്കിലും നിങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ഒരു ഈ ക്യൂബിക്കുകൾ പോലത്തെ ഒരു സാധനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ് അത് ഇപ്പോൾ അതിൽ നിന്ന് പിന്നെയും ചിലപ്പോൾ മാറും. ഇപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് പല സാധനങ്ങളും. ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ, ഇതിനു മുമ്പത്തെ വർക്കിലാണെങ്കിലും മനുഷ്യൻ ഒരു സബ്ജക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നു, ഒരു ഒറ്റ മനുഷ്യൻ അതിന് ചുറ്റും ഉള്ള ലോകങ്ങൾ എന്നുള്ളതായിട്ടില്ലേ. പുതിയതിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കേന്ദ്രമില്ല. അപ്പോൾ ആ കേന്ദ്രത്തിൽ നിന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവ് പൊസിഷനിൽ നിങ്ങളെ മാറി കുറച്ചും കൂടെ പലതരത്തിലുള്ള സ്ട്രക്ചറുകളിലേക്കും അങ്ങനെ ഈ ഫോമിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണെന്നുള്ളത് എങ്ങനെയാണ് പറയുക? കഠിനമായൊരു ചോദ്യമാണ്. അല്ല, അത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഇത്തരം ഒരു ലാംഗ്വേജിലോട്ട് മാറുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനെ തന്നെ വരയ്ക്കുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ ഒരു ഫിഗറേറ്റീവായിട്ട് ഇങ്ങനെ കാണുക. അപ്പം ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കലിന്, കോമ്പോസിഷൻ ഒരു ഹ്യൂമൻ ഫിഗറുകളുടെ ഒരു ചെതറലിന് പകരം ഒരു ഫിഗറിലോട്ട് പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പം ഈ ഒരു ഫിഗറിനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഫിഗർ ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ ആ മനുഷ്യന് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്, അയാളുടെ ഒരു സ്പേസ്. അപ്പം അത് അന്നും ഞാൻ ലാൻഡ്സ്കേപ്പുകൾ ഉപേക്ഷിച്ചിരുന്നു യഥാർത്ഥത്തിൽ. അപ്പം ലാൻഡ്സ്കേപ്പുകൾ ഉപേക്ഷിക്കുന്ന ഒരു മനോഭാവം ഉള്ളത് കൊണ്ടായിരുന്നു ആ വ്യക്തിയെ ഞാനൊരു മുറിക്കുള്ളിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഈ മുറി അല്ലെങ്കിൽ ഒരു അകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, അത് നമ്മളുടെ ഒരു പ്രത്യേക സ്പേസ്. അവിടെ വെക്കുന്ന നമ്മളുടെ ഉപകരണങ്ങൾ, നമ്മൾ പെരുമാറുന്നത്, നമ്മൾ എടുക്കുന്നതും ഇഷ്ടത്തോടെയോ അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ, പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പേനകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു മുറി. ആ മുറിയിൽ എങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ എന്നുള്ള ഷർട്ട് ഊരുന്ന ആൾക്കാർ, ഷൂ അഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നു വരച്ചു പോകുന്നത്. കാരണം എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം അത് ഈ ആർട്ട് എപ്പോഴും നമ്മളെ തന്നെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഇതിലോട്ട് വരുന്നത്. പക്ഷെ അത് ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞ് ഇപ്പം ഗ്യാപ്പുകൾ വരാറുണ്ടായിരുന്നു. അതൊരു 2010 തൊട്ട് ഏതാണ്ട് ഒരു 14 വരെ തുടരുന്ന ഒരു പ്രക്രിയയായിരുന്നു ആ ഒരു സമീപനം. അതിപ്പം ആ സമയത്ത് എനിക്ക്, നമ്മളെ സംബന്ധിച്ചുള്ള എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ആർട്ടിലൊരാൾ സർവൈവ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്ത് പെട്ടെന്ന് ചിത്രം വരയ്ക്കാനായിട്ട് നിങ്ങൾ എൻ്റെ സ്ഥലത്തേക്ക് വാ, നമുക്ക് ഒരുമിച്ചിട്ട് വരയ്ക്കാം. അയാളും ചിത്രകാരനായിരുന്നു. അപ്പം അങ്ങനെ ഒരുമിച്ചിട്ട് എല്ലാ മീഡിയം, പെയിൻറ്റ് അല്ലെങ്കിൽ ക്യാൻവാസ്, പേപ്പർ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങി വെച്ചിട്ട് അതിനകത്ത് നിന്നിട്ടാണ് ഞാൻ ഒരു 4 വർഷത്തോളം വരച്ചത്. കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു, എനിക്ക് ജീവിതത്തിലെ ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് തുടക്കം, വിദ്യാർത്ഥി കാലത്തും അതിന് ശേഷമൊക്കെ നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ മെറ്റീരിയൽ ക്ഷാമം എന്ന് തന്നെ പറയാം, ആയിരിക്കും നല്ലത്. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ക്ഷാമം ഒഴിവായിട്ട് ഇതിലോട്ട് നമുക്ക് തുറന്ന് എങ്ങനെ വേണമെങ്കിലും ഇത് ഒരു മീഡിയത്തെ കൈകാര്യം ചെയ്യാം, എത്ര വേണമെങ്കിലും വരയ്ക്കാം, എത്ര വേണമെങ്കിലും നിറങ്ങളുണ്ട്, കളറുകൾ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ അതൊരു സെക്ഷനായിട്ട് ഞാൻ കാണാം, ഒരു ടൈം. ഈ ടൈമിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു സീരീസിലോട്ട് കിടക്കുന്നത്. അത് 2019 ഒരു പാൻഡമിക് ആ പീരീഡിൽ നമ്മളെല്ലാവരും, ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആകുന്നൊരു ടൈമിൽ എല്ലാവരും, എനിക്ക് തോന്നുന്നത് പൊതുവേ ആ സമയത്താണ് ഈ സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചിട്ട് ആളുകൾ അവരുടെ എക്സ്പ്രഷൻസ് പുറത്തേക്ക് ഒരുപാട് കൊണ്ടുവരുന്നിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് തീരുമാനിച്ചത് എല്ലാ ദിവസവും ഒരു ചിത്രം ഫേസ്ബുക്കിലോ അങ്ങനെയെങ്കിലും ഇടുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ തുടക്കം ഇട്ടിട്ട് ഞാൻ മനുഷ്യനെ തന്നെ വരച്ചോണ്ടിരുന്നു. മനുഷ്യനെ തന്നെ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് ആ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ
എനിക്കൊരു ചേഞ്ച് ഉണ്ടാക്കിയത്. ഒരു ലാംഗ്വേജ് ഒന്ന് മാറേണ്ടതുണ്ട്, അതിൻ്റെ പരിമിതിയെ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഹ്യൂമൻസ് ഒരു ബോഡീസ് വെച്ചിട്ട് അതിൻ്റെ ഒരു റിയലിസം വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ എന്തോ ആ ഫീൽ നമ്മളെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു വിഷയത്തെ ഇതിൻ്റെ പരിമിതി മനസ്സിലാക്കുകയാണ്. ആ പരിമിതി മനസ്സിലാകുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് പ്രാക്ടീസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വരച്ച് നോക്കുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ. അപ്പോൾ അതങ്ങനെയാണ് ആ സമയത്ത് ഇങ്ങനെ തുടരുന്നത്. അപ്പം ഡയറികളായിരുന്നു നമ്മളുടെ ഒരു, വേറെ മെറ്റീരിയൽസ് ഇല്ല. ആകപ്പാടെ ഒരു പേനയും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ജൽപേന, പിന്നെ ഈ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട ഡയറികൾ. അപ്പോൾ അതിൽ നിന്നിട്ട് അപ്പോൾ വരയൊക്കെ ഉണ്ടാവും, അതിനകത്ത് തീയതി ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ഡയറിയിൽ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഡയറി ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലോട്ട് കിടക്കുകയായി. അതിൻ്റെ ഒരു തുടർച്ചയിൽ പതുക്കെ ഞാൻ തന്നെ ബോധപൂർവം ശ്രമിക്കാതെ തന്നെ തുടർച്ചയായ വരകൾ നമ്മുടെ ആർട്ടിനെ മാറ്റുന്നുണ്ട്, ലാംഗ്വേജിനെ മാറ്റുന്നതിന് പ്രേരകമാകുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഷോയിൽ വെച്ചിട്ടുള്ള വർക്കുകളിലോട്ട് എത്തുന്നതിൻ്റെ ഒരു തുടക്കം അങ്ങനെയാണ്. അത് പൊതുവിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു ആർട്ടിൻ്റെ ഒരു പ്രാക്ടീസ്, അത് സംബന്ധമായിട്ടുണ്ടായി വരുന്ന വിഷയങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർട്ടിസ്റ്റുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഷെയറിങ് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് തോന്നുന്നു. അതിപ്പം ഷോകളെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ വരുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ഷെയറിങ്, ഈ അവസരങ്ങളില്ലാതെ വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഈ ആർട്ട് പ്രാക്ടീസ് ഏറ്റവും സ്ട്രഗിളായിട്ട് മാറുക. ഈ സ്ട്രഗിളിനെ എങ്ങനെ മറികടക്കാവുന്നുള്ളതാണ് പൊതുവിൽ ഒരു ഈ കലാകാരന്മാരുടെ ഇടയ്ക്കുള്ള ഒരു. ഇപ്പോൾ ഷിബി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഇവിടെ ഷോ ചെയ്തപ്പോൾ ഒരു മോർച്ചറിക്ക് കാവലിരിക്കുന്ന ഒരാളെ പോലെ തോന്നി എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്തു, നമ്മളുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ റിസർച്ച് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഓഡിയൻസ് ഇൻവിസിബിളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ പറഞ്ഞ ഷെയറിങ് സ്പേസ് ഇല്ലാതായി പോകുന്നു. കാരണം നമ്മളൊരു എക്സിബിഷൻ നടത്തുന്ന സമയത്തും നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ ഒരു കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ട്, അല്ലാത്ത ഈ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴും അതിനൊരു ഇൻട്രാക്ഷൻ സ്പേസ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു കൂടിയിരിപ്പ് ആലോചിച്ചത്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള കൺസേൺസ് വന്നു. എന്താ പറയുക, നമ്മളെ ഇപ്പോൾ പല പുതിയ തലമുറ വരുന്നില്ല എന്നുള്ളതും. പക്ഷെ അതൊക്കെ നമ്മൾ അതിനെ പലതരത്തിലാണ് അതിനെ വാച്ച് ചെയ്തത്. കാരണം ചിലപ്പോൾ നമ്മുടെ പ്രശ്നമായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ടോ നമ്മുടെ ഫീൽഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ പലതരം ആലോചനകൾ വന്നു. അപ്പോൾ അവിടെ ആ ഒരു വസ്തു കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ആലോചിച്ചത്, എങ്ങനെയാണ് നമ്മളെ ഈ പറയുന്ന സ്ട്രഗിളിനെ, അല്ലെങ്കിൽ നമ്മളെന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഒരു കാണി സമൂഹത്തോട് നമുക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളൊരു സാധനം. കാണികളുണ്ടാകുമ്പോഴേ ഒരു ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാവുള്ളൂ എന്നുള്ളത്. അതാണ് ആദ്യത്തെ ഒരു വിഷയം. ആദ്യമായിട്ട് തോന്നുന്നൊരു പ്രശ്നം അതാണ്. ഒരു കാണിയിലൂടെയാണത്. അത് ഇപ്പോൾ നമ്മളിപ്പം ഗാലറിയിൽ നിൽക്കുന്ന സമയത്ത് കോഴിക്കോട് പോലുള്ളൊരു സ്ഥലത്ത് അത് കുറച്ചുകൂടെ ഒരു കൾച്ചറൽ ഒരു സ്പേസ് ആണെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യകാരന്മാരടക്കം വലിയ പ്രമുഖരായിട്ടുള്ള ആളുകൾ ജീവിക്കുകയും അങ്ങനെയൊക്കെ പോയിട്ടുള്ളൊരു സ്പേസിലോട്ടാണ് നമ്മൾ ഒരു വിഷ്വൽ ഒരു സാധനമായിട്ട് വരുന്നത്. പക്ഷെ അത് ഇപ്പോൾ കാണികൾ കുറവാകുന്നു എന്നുള്ള പ്രശ്നമല്ല, കാണികൾ എങ്ങനെയാണ് ഇതിലോട്ട് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ചൊരു പ്രശ്നം. ഞാൻ നേരത്തെ തന്നെ വിചാരിച്ചിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു പ്രത്യേക രീതി ഞാൻ ചിന്തിച്ചിരുന്നത്, എങ്ങനെയായിരിക്കും എൻ്റെ ചിത്രത്തിലോട്ടൊരു കാണി കടന്നു വരിക എന്നുള്ളൊരു ഇതാണ്. അത് കാണികളെ നിർണ്ണയിക്കുന്ന ഇപ്പോൾ പല കാണികളുണ്ട്. ഇപ്പോൾ കാണികൾ ചിലപ്പം അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു സാധനത്തെ വളരെ സുന്ദരമായിട്ട് കാണാനായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ശീലം കൊണ്ടുവരുന്നതാവാം. ഇങ്ങനെ പലതരത്തിലായിരിക്കും അത് വരവ്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടത് അങ്ങനെ ശീലം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു തരത്തിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞാനൊരു ചേഞ്ച് അതിനകത്ത് വരുത്തുന്നുണ്ടല്ലോ. ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പെയിൻറ്റിങ് സങ്കല്പങ്ങളെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വേറൊരു തരത്തിലോട്ടൊന്ന് മാറ്റിയെടുത്തിട്ട് നിഷേധം, അല്ലെങ്കിൽ ഭൂമി, ആകാശം, മരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ തന്നെ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ്.
പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഗതി മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു കാണി പ്രതികരിക്കുക എന്നുള്ളൊരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എനിക്കിവിടെ അനുഭവപ്പെട്ടത് അതിനെ തിരിച്ചറിയുന്ന കാണികൾ ഇവിടെ ഉണ്ടായി എന്നുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം നമ്മളുടെ ഈ നിഷേധം, അപ്പം അത് നിഷേധിക്കാം എന്നുള്ളൊരു ഒരു ബോധ്യമുണ്ട്, ഒരു ധൈര്യം കിട്ടി. നിഷേധത്തെ അംഗീകരിക്കുന്ന ഒരു ലോകവും ഉണ്ടെന്നുള്ളത് ചെറുപ്പക്കാരടക്കം, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ഇതിനെ നിരീക്ഷിക്കുന്നവരടക്കം അവരെയൊക്കെ ഒന്ന് ഒലച്ചു എന്നാണ് എനിക്ക് ഒരു ഒലക്കലാണ്. ഒരു മൃഗം ഒരു സ്ഥലത്ത് നിന്ന് ചുരുണ്ട് കിടന്നുറങ്ങിയിട്ട് എണീറ്റ് വരുമ്പോൾ ഒരു കുടച്ചിലുണ്ട്. ഈ ഒരു കുടച്ചിലാണ് അതിനകത്ത്. അങ്ങനെ ഒരു കുടച്ചിൽ കിട്ടുക എന്ന് പറയുന്നൊരു അതൊരു സ്വാഭാവിക ഒരു സാധനമാണ്. അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് വളരെ കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. യുവാക്കളടക്കം അല്ലെങ്കിൽ മധ്യവയസ്കരടക്കം അവരെല്ലാവരും ഇതിനകത്ത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഇന്നിപ്പോൾ ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളെന്തിനാണ് ഈ വീടുകൾ, ഈ വീടില്ലാത്തത് ആൾക്കാരെ സൂചിപ്പിക്കാനായിട്ടാണോ ഈ വീടൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്? അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചിത്രത്തിൽ ഒരാൾ നിരാശനായിട്ട് കിടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ സ്ട്രക്ചറുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ അത് ഞാൻ മനുഷ്യനല്ല ചെയ്തിരിക്കുന്നത്, ഒരു സ്ട്രക്ചറാണ്. അത് മനുഷ്യനായിട്ടാണ് ആളുകൾ ധരിക്കുന്നത്. അപ്പം വീടില്ലാത്തതിനെ കുറിച്ചിട്ടെന്തോ സ്വപ്നം കണ്ടാകും ഇല്ലല്ലോ എന്നുള്ളൊരു പ്രത്യേകതര ദുഃഖത്തിൽ നിന്നിട്ട് അപ്പം പിന്നെ കാണുന്ന ഒരു ചിത്രത്തിൽ വീട് തലയിലേറ്റ് നിൽക്കുന്ന ഒരാൾ. അപ്പം അതിൻ്റെ ഉത്തരം അതിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾ വിചാരിക്കുന്ന അത്തരം ഒരു പ്രശ്നമല്ല, ഇത് അത്തരം ഒരു മീനിങ് അല്ല. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്പേസാണ്. അതിനകത്താണ് നമ്മളുടെ എല്ലാ ചിന്തകളും നമ്മളുടെ നെടുവീർപ്പുകളും ദുഃഖങ്ങളും നമ്മളുടെ പ്രണയം എല്ലാ സംഗതിയും ഒരു മുറി വീട് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഉള്ളിലാണ് വീട്ടിലേക്ക് വരിക എന്ന് പറയും. അങ്ങനെ ഒരു വീടാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വീട് എന്ന് പറയുമ്പോൾ കുട്ടികൾ പോലും വരയ്ക്കുന്ന ആ സിമ്പിൾ ഒരു സ്ട്രക്ചറുണ്ട് അതിൻ്റെ ഒരു സാധനം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാണിയെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടി അവർക്ക് പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്ത് അവരുടെ ആലോചന തന്നെ മാറിപ്പോയി. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ് എനിക്കിവിടെ ഷോ ചെയ്യുമ്പോഴത്തേക്ക് തോന്നിയിട്ടുള്ളത്. അതാണ്. പിന്നെ ഒരൊറ്റ കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കലയെന്നത് ഒരു ഏകപക്ഷീയമായിട്ടുള്ളൊരു കാര്യമല്ലെന്നും അത് ഞാനതിനെ വിചാരിക്കുന്നത് ആ മേഖലയിൽ നിൽക്കുന്ന നിരവധി ആളുകൾ, അത് ചരിത്രപരമായിട്ടും അല്ലാതെയും നിരവധി ആളുകൾ ചേർന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകമാണെന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം ഞാനൊരു ഉത്തരമല്ല. കാരണം എനിക്ക് മുമ്പും കലയുണ്ടായിട്ടുണ്ട്, എനിക്ക് ശേഷവും കലയുണ്ടായിക്കൊണ്ടിരിക്കും. ഞാനതിൻ്റെ നമ്മൾ പ്രസൻസിൽ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ആ വിഷയത്തിൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പം നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ആ ഒരു ഘടകമാണ്. കാരണം ഞാനതിനെ വിചാരിക്കുന്ന ഒരു കടലിൽ നമ്മൾ പെട്ടുപോവുകയും ഞാനൊരു ഒറ്റയ്ക്കൊരു കടലിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പം അത് നമ്മളൊരു വല്ലാത്തൊരു പ്രശ്നത്തിൽപ്പെടും. കാരണം നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെടുമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് എൻ്റെ അപ്പുറത്ത് ഇപ്പോൾ സുധീഷ് തന്നെ നീന്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ആൻറ്റോ നീന്തുന്നുണ്ടാവും, ശാന്തൻ നീന്തുന്നുണ്ടാവും. അങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധമാണ് നമ്മളെ ഇതിനകത്ത് നിർത്തുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അല്ലാതെ ഒറ്റയ്ക്ക് രൂപപ്പെടുന്ന ഒരു സാധനമല്ല കല എന്നുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇങ്ങനെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകിച്ചും ഇപ്പോൾ പറയാം ഒരു കൊളാബറേറ്റീവ്, നമ്മൾ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്രാക്ടീസ് ആയിരിക്കുമ്പോഴും ഇതിനകത്തൊരു കൊളാബറേറ്റീവ് സെൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പുറത്ത് ഒരാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈക്വലി ഷെയർ ചെയ്യുന്ന ഒരു സ്പേസും കൂടിയാണ്. അത് കൾച്ചറൽ ഒരു സ്പേസ് അത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള എനിക്ക് ആദ്യമൊക്കെ ഉള്ളൊരു സംശയം ഇതായിരുന്നു, അതൊരു ഭയങ്കര മീഡിയമിസ്റ്റിക് ഇതായിട്ട് മാറുമോ എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് മാറി ഇപ്പോൾ പറഞ്ഞൊരു ഈവൺ ഒരു പെനോ മിനിമലായിട്ടുള്ളൊരു സംഗതിയിൽ നിന്നും നമുക്ക് ഈ പറയുന്നൊരു തോട്ട് ഉണ്ടാക്കാം. ഇപ്പം നമ്മളിപ്പോൾ സ്വതവേ ഇപ്പോൾ കണ്ടംപററി ആർട്ടിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുന്നത് ഇപ്പം മേക്കിംഗ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ക്രിട്ടിക്കൽ മേക്കിംഗ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് അത് വരുന്നത്. കാരണം ഇത് ഏജ് ഓൾഡ് പ്രാക്ടീസാണ്. ഡ്രോയിങ് പെയിൻറ്റിങ് എന്നൊക്കെ പറയുന്നത് തന്നെ എത്രയോ കാലമായിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വര വരയ്ക്കുന്നത് ആ ചരിത്രത്തിന് പുറത്താണ്. അതിനെ നമ്മൾ എന്താ പറയുന്നത്, അതിനകത്തുള്ളൊരു നമ്മുടേതായിട്ടുള്ളൊരു പിന്നെ പ്രപ്പോസിഷൻസാണ് നമ്മൾ വെക്കുന്നത് ക്രിയേറ്റീവായിട്ടുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഷിബി ബാലകൃഷ്ണൻ്റെ വർക്കിനകത്തും അത് ഒരു ഘട്ടം കഴിഞ്ഞിട്ടത് അങ്ങനെ മാറുന്നത് ഈ മാറ്റവും സത്യത്തിൽ ഇത് ഞാൻ പറയുന്നത് ആർട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എൻക്വയറിയും കൂടിയാണ്. കാരണം ഈ ഒറ്റപ്പെട്ട ഒരാളുടെ മാത്രം ഒരു എക്സ്പീരിയൻസ് ഒന്നല്ല.
ഇപ്പോൾ പലതരത്തിൽ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്നു. ഇപ്പോൾ സക്കീർ ഹുസൈൻ വേറെ തരത്തിൽ ഡ്രോയിങ്ങിനകത്ത് വരുന്നു, വേറെയും പല കണ്ടംപററി ആർട്ടിസ്റ്റുകൾ അതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൽ ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും പറയുന്നത് ഇത് കഴിഞ്ഞില്ല, ഇതിൻ്റെ കാലം കഴിഞ്ഞല്ലോ, നിങ്ങൾ വേറെ ലെൻസ് ബേസ്ഡ് ആർട്ടും എല്ലാം വന്നു. അപ്പോഴും എനിക്ക് തോന്നിയത് ഇതിനൊരു ഒരു സാധ്യത ഇപ്പോഴും കിടക്കുന്നു അല്ലെ, ഡ്രോയിങ്. അതൊരു ചോദ്യമാണ് സത്യത്തിൽ എനിക്ക്. അതുണ്ട് അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രേരക ശക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മറ്റ് സാമൂഹ്യ ആയിട്ടുള്ള ഘടകങ്ങൾ, ആർട്ടിൽ വർക്ക് ചെയ്യുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഗാലറി തൊട്ട് വരുന്ന പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾക്ക് പുറത്താണ് എന്നെപ്പോലുള്ള ആൾക്കാർ, ഇതിന് പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ കലയാലോചിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മലയോര പ്രദേശത്ത് സക്കറിയ എഴുതിയതുപോലെ, സക്കറിയാണ് അത് കുറച്ച് ഒരു ഇതായിട്ട് പറയുന്നത്, പാല പോലുള്ളൊരു സ്ഥലത്തേക്ക് വെച്ചിട്ട് അത്തരം ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സോഷ്യൽ ഒരു സാമൂഹ്യ ഏകാന്തത എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് വർക്ക് ചെയ്യുന്നു, അത് വേറെ ആരെ സംബന്ധിച്ചും വലിയ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അതാണ് അത് യാഥാർത്ഥ്യം. മറ്റാരെ സംബന്ധിച്ച് ഒരിക്കലും അതൊരു ഗൗരവമായ ഒരു വിഷയമല്ല, അത് എന്നെ സംബന്ധിച്ച് മാത്രമാണ്. പക്ഷെ ഞാൻ അതിനകത്ത് എന്നെ പ്ലേസ് ചെയ്യുന്നത് എനിക്കപ്പുറത്ത് മറ്റൊരാളും അതുപോലെ തന്നെ ഒരു ഏകാന്തതയിലോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് ഒറ്റപ്പെട്ട ഒരു തുരുത്തിലിരുന്നിട്ട് അയാളും ഈ ഭാവനയെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര, അതാണ് നമ്മുടെ ഒരു എനർജി. അതാണ് ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ ഒരു കാര്യത്തിൽ. മറ്റൊരു സൈദ്ധാന്തിക തലത്തിലല്ല, നമ്മൾ പ്രാക്ടിക്കലി വരയ്ക്കൽ എന്ന് പറയുന്നത്. ചിലപ്പം വരയ്ക്കൽ ഇപ്പം അതിന് നമുക്കൊരു സ്പേസ് നമ്മളതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമുക്കത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളതിനെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് വേറൊരു തരത്തിൽ. അത് എന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും നമ്മളതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഒരു ലൈക്കൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് അങ്ങനത്തെ രീതിയിലാണ് ഞാനത് അതിനെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഏകാന്തത എന്നെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമൊന്നുമല്ല, വരയ്ക്കലിനൊന്നും തടസ്സമോ അതൊന്നുമല്ല. പക്ഷേ അത് സൊസൈറ്റിയിൽ നമ്മളെപ്പോലുള്ള ഒറ്റപ്പെട്ട ആളുകൾ ഒരു പ്രത്യേക കോണുകളിൽ ഇരുന്നിട്ട് ഒരു ലാംഗ്വേജിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് തോന്നുന്നു. അതാണ്. അതെ അതെ അതെ, മീഡിയത്തിനപ്പുറത്ത് ഒരു ലാംഗ്വേജ്. അതെ. അല്ല, അത് ഇപ്പോൾ അങ്ങനെയുള്ള ചില സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട്. അവിടെ ഇപ്പോൾ ബാബു മാനെ എന്നും ഫേസ്ബുക്കിൽ ഒരു ഇതുള്ള, അവരൊക്കെ ഇങ്ങനെ ഈ തുരുത്തുകളിൽ ഇരുന്നിട്ടാണ് വരയ്ക്കുന്നത്. ജീവിതം വല്ലാത്ത പ്രതിസന്ധിയാണ്, അതിന് സർവൈവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണമാണ്. അപ്പം വിഷയത്തിൽ നിൽക്കുക. ഇപ്പം എന്നോടൊരാൾ ചിത്രകല പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് സംശയിക്കും, അയാളെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇതൊരു തരം മുള്ളിൽ ചവിട്ടി നടക്കുന്ന പോലത്തെ ഒരു സംവിധാനമാണ്. അതൊരു വേറൊരാളെയും കൂടെ മുള്ളിച്ചവിട്ടാൽ നമ്മൾ പ്രേരിപ്പിക്കില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നത് അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം ഒരു എന്താ പറയുക, ഒരു ചലഞ്ചിങ് സംഗതി കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര എല്ലാം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല. അതായത് അൺസർട്ടനിറ്റി ഉണ്ട് നമ്മുടെ മുമ്പിൽ. അനിശ്ചിതത്വത്തിൻ്റെ ഒരു പാതയിൽ നിന്നിട്ടാണ് നമ്മളിതെല്ലാം ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്തായി തീരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈൻ റിസൾട്ട് എന്താവുന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നൊരു പ്രവൃത്തിയാണെങ്കിലും ഇതിനകത്ത് ഈ പറഞ്ഞൊരു കളക്റ്റീവ്സ് നമ്മൾ ഫോം ചെയ്യുന്നു. പക്ഷെ സ്റ്റിൽ ഇപ്പോൾ അടുത്ത വരയ്ക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, അടുത്ത എന്താവുന്ന തീരുന്നതിൻ്റെ ഒരു സാധനം. കാരണം ഇതിൻ്റെ ഒരു ആഫ്റ്റർ ലൈഫ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ആർട്ടിൻ്റെ അല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇനി ഒരു പക്ഷെ അടുത്തൊരു ഷോയിൽ വരുമ്പോഴേക്കും അത് ഈ ഇതില്ലേ വേറെ തരത്തിൽ ഇതിൻ്റെ എന്താ പറയുക ഈ ഇഗ്നൈറ്റിങ് ആ ശേഷി ഉണ്ടല്ലോ അത് കൂടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റിക് ഏജൻസി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കളക്റ്റീവ്സിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ ഷെയറിങ്ങിനകത്ത് നിന്നിട്ട് നമുക്ക് പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പം അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു
കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നമ്മുടെ കൊളാബറേഷനിൽ എനിക്കത് തോന്നിയ ഒരു സംഗതി അതാണ്. കാരണം നമ്മൾ അല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ ഇതിനെ ആലോചിക്കുന്നത് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഈ ഷോ ദിവസങ്ങളിലാണെങ്കിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കും പലതരത്തിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊരു ഒറ്റപ്പെട്ട സംഗതിയല്ല, അത് നമുക്ക് പലതരത്തിലുള്ള റെഫറൻസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പ്രദർശനം അല്ലെങ്കിൽ പ്രദർശനം എന്നല്ല ഉള്ളതല്ല, അത് മാത്രമല്ല പ്രാക്ടീസിനകത്തേക്ക് അതൊരു ആ പ്രോസസ്സിൻ്റെ ഒരു ഘട്ടം എന്ന് വേണമെങ്കിൽ അടയാളപ്പെടുത്താവുന്ന ഒരു സംഗതിയാണിത്. സോ ആ ഒരു പ്രാക്ടീസ് തുടരട്ടെ എന്നുള്ളത് തന്നെ ആശംസിക്കുന്നു.